ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഈ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാധാന്യം. പിന്നെ സംസ്ഥാന പദവിയും ഇല്ല. ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ പ്രകാരം അവിടെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിനാണ് മുൻതൂക്കം എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. NDA 20 മുതൽ 25 സീറ്റുകൾ വരെ നേടാം, അല്ലെങ്കിൽ 23, 27, 28, 30 അങ്ങനെ ആ റേഞ്ചിലേക്ക് പോകുന്നു. കോൺഗ്രസ് NC 37 മുതൽ 44 സീറ്റ് വരെ പോകുന്ന പല എക്സിറ്റ് പോളുകളും അങ്ങനെ ആ രീതിയിൽ പ്രവചിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഫലം വരുമ്പോൾ പലപ്പോഴും കഴിഞ്ഞ തവണത്തൊക്കെ ഈ 2 തവണ 3 തവണയൊക്കെ ആയിട്ട് വരുന്ന പല എക്സിറ്റ് പോൾ ഫലങ്ങളും നേരെ വിപരീതമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഫലം വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അതോ ഇത് തന്നെ വരാനാണോ സാധ്യത? എക്സിറ്റ് പോളുകൾ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ഒരു ഏതാണ്ടൊക്കെ ശരിയായിട്ട് വരും. ഇപ്പം BJP അധികാരത്തിൽ വന്നില്ലേ, പിന്നെ RSS ഉള്ളിൽ കൂടെ പണിഞ്ഞ് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നു. RSS ഉള്ളിൽ കൂടെ പണിഞ്ഞ് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് 300 കടന്നില്ല എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോറ്റു എന്നല്ലേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ കാണണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഈ പറയുന്നതിന് കാടടച്ച് വെടിവെക്കുന്ന ആളുകൾക്ക് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. ഞാനൊന്നും അത് ചെയ്യില്ല. നമ്മൾ സ്വാഭാവിക RSS അല്ലെങ്കിൽ RSSനുള്ളിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണം പേഴ്സണലി. അങ്ങനെ എനിക്ക് ഇലക്ഷന് ശേഷം കിട്ടിയിരുന്നു. ഞാൻ LDFന് 13 സീറ്റ് ഇട്ട് വന്നപ്പോൾ എന്നോട് പ്രധാനപ്പെട്ട ഒരാൾ വിളിച്ചു വന്നു, ഈ മണ്ടത്തരം പറയണ്ട, 2 സീറ്റ് ഇട്ടേ ഭാഗ്യം സംഘത്തിൻ്റെ. അവർക്കറിയാം, സംഘത്തിൻ്റെ നെറ്റ്വർക്ക് നിങ്ങൾ അതുകൊണ്ടില്ല, അവർ കൃത്യമായിട്ട് അറിയാം. ഈ കേരളത്തിൽ ഇപ്പം ഭരണം വേണമെന്ന് അവർക്കില്ല എന്നൊന്നും. അങ്ങനെയൊക്കെ അവർ വിചാരിച്ചിരുന്നു അവർ പിള്ളേക്കൊക്കെ അതിന് പണിയൊപ്പിക്കുന്നു. അത് ഈ മൊസാദിനെക്കാട്ട് വലിയൊരു സാധനമാണ്. അപ്പം പക്ഷേ ഇതേതാണ് ഇങ്ങനെ തന്നെ കോൺഗ്രസ് NC വരാനാണ് സാധ്യത. ഇതിൽ നമ്മളെ നോട്ടതൊന്നുമല്ല, വാലിയിൽ BJPക്ക് സീറ്റ് കിട്ടുമോ, കിട്ടുമെങ്കിൽ എത്ര സീറ്റ് കിട്ടും. ഈ ഇപ്പം 370 എടുത്തു മാറ്റിയിട്ട് ഇമ്പാക്റ്റ് കാണേണ്ടത് വാലിയിലാണ്. നമുക്ക് പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ട അവിടെ മുസ്ലിം സ്ത്രീകൾ വളരെ ഹാപ്പിയാണ്, യുവാക്കൾ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊരു വാലിഡിറ്റി കിട്ടിയപ്പോഴാണ്. ഇപ്പം ജമ്മുവിൽ BJP ജയിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. ജമ്മുവിൽ BJP ജയിക്കുന്നത് ഗുജറാത്തിൽ BJP ജയിക്കുന്നതിനെക്കാട്ടും സാധ്യതയുള്ള സ്ഥലമാണ് ജമ്മു. മനസ്സിലായോ? ജമ്മുവിൽ BJP തൂത്തു വരും, അതിലൊരു സംശയമൊന്നുമില്ല. വാലിയിൽ മുസ്ലിംസിൻ്റെ ഇടയിൽ BJPക്ക് എത്ര വോട്ട് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗേജ്. അപ്പോൾ ജമ്മുവിൻ്റെ കാര്യം എന്ന് വെച്ചാൽ BJP ഗവൺമെൻറ്റിൻ്റെ ജനസംഖ്യ ആയിരുന്ന സമയത്ത് അവർക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം കാരണം എന്ന് വെച്ചാൽ ഈ പാക്-അധീനിഷ്ഠ കാശ്മീരിനും മറ്റു അഭയാർത്ഥികളായി വന്നിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. വാലിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിലെല്ലാം പുറമെ ഈ പറയുന്ന പോലെ ഒരു ഹിന്ദുത്വ മൂവ്മെൻറ്റ് വളരെ അവിടെ മുമ്പ് രാജാവ് ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയുടെ ഭാഗമായി ചെയ്യേണ്ടെന്ന് തോന്നുന്നു, ഹരിരാജാവ്. ഹരിസിംഗ് ഭയങ്കര ഹിന്ദുത്വ പക്ഷപാതിയായിരുന്നു. അയാളൊരു ഹിന്ദു രാജ്യമായി അത് നിർത്താനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ നിർത്താൻ വേണ്ടി അവിടെയുള്ള അതുകൊണ്ട് ഈ പറയുന്ന കാശ്മീർ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ആളുകളൊക്കെ മുസ്ലിംസിന് ഭീകരമായി കൊന്നിട്ടുണ്ട്. അവിടെ അതിഭീകര വംശഹത്യ നടന്ന സ്ഥലമാണ്, നമ്മൾ അറിഞ്ഞിട്ടില്ലേ? 47 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ കാശ്മീരിൽ നടന്നൊരു വംശഹത്യയുണ്ട്. ഓരോ കൽത്തൂണിൽ ഓരോ മുസ്ലിം ബോഡിയായിരുന്നു. അത് അധികം പുറത്ത് വന്നിട്ടില്ല. അത് ഇപ്പം നമ്മൾ പറയുന്നത് അന്ന് എനിക്കൊക്കെ ഇത് മുമ്പേ അറിയാം. ഞാൻ പറയാതെ ഇന്ന് എന്തുകൊണ്ടാ വെച്ചാൽ അതന്ന് നമ്മുടെ രാജ്യത്തിന് സ്ട്രോങ് ആയിരുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷി ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് പറഞ്ഞാൽ അതും കൂടി പരിഗണിക്കാനുള്ള അതൊരു വിഷയമാണ്, അതും കൂടി പരിഗണിക്കണം. അങ്ങനെ ആ മുറിവുകൾ കൂടി നമ്മൾ ഉണക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഭരണകൂടത്തിനിപ്പോൾ ഉണ്ട്. അതായത് മോദി വന്നതിന് ശേഷം കാശ്മീരിൽ മാറ്റങ്ങളുണ്ടായി, അവർ സ്വൈര്യ ജീവിതം ഉറപ്പാക്കുന്നു, നല്ല റോഡുകൾ വരുന്നു, വികസനം എന്താണെന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയുന്നു എന്നൊക്കെയുള്ള അതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, തീവ്രവാദത്തെ വൻതോതിൽ കർട്ടയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ കൊല്ലത്ത് തീവ്രവാദം തുടങ്ങി വിചാരിച്ചോ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊരു ജോണിനൊക്കെയാണ്. ജോണ് ക്രിസ്ത്യാനിയല്ലേ, കൊല്ലത്ത് ക്രിസ്ത്യാനികളാണ് തുടങ്ങിയെന്ന് വിചാരിച്ചോ. എല്ലാവരും വിചാരിക്കും ക്രിസ്ത്യാനികൾ മൊത്തം അതിൻ്റെ പിന്നിൽ. അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പിന്നിൽ വളരെ 1-2 ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനുണ്ടാക്കുന്ന വില കൊടുക്കേണ്ടി ഒരുപക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തമായിരിക്കും. അതെ, ജോണിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ സമയത്താണ് ശക്തമായ ഭരണാധികാരി. അയാൾ പക്ഷേ ക്രിസ്ത്യൻ വിരോധിയായിരിക്കും. അയാൾ ഇവന്മാരെയൊക്കെ ഒതുക്കി എല്ലാവരെയും ഏതാണ്ട് ഒരേപോലെ കാണുന്ന അവസാനം ജോൺ ആരെ സപ്പോർട്ട് ചെയ്യും. സാധാരണ രീതിയിൽ ക്രിസ്ത്യൻസ് വിവരമുള്ളതുകൊണ്ട് അവർ ഈ ഭരണാധികാരി സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് യു ആർ കത്തോലിക്ക് വിവരം കൂടുതലുള്ള ടീം. അതുകൊണ്ടല്ലേ 2000 വർഷം നിൽക്കാൻ എളുപ്പം കാര്യമാണോ? ഒരു സിസ്റ്റോ എത്ര എംപയർ വന്നു. അതെ അതെ.
ഈ 2000 വർഷം ഇങ്ങനെ ഈ സിസ്റ്റം നിലനിൽക്കാന്ന് വെച്ചാൽ ഗ്ലോബലി നിലനിൽക്കാൻ ചില കാര്യമല്ല. നിൽക്കാൻ കാരണം ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു വിവേകമാണ് സഭയുടെ. അപ്പം ഞാൻ പറഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞതല്ല, അത് ഇതുവരെ കമ്പയർ ചെയ്യേണ്ടതല്ല. അപ്പം അതേപോലെ അവിടെ മുസ്ലിംസാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം മുസ്ലിംസാണ്. ഇപ്പോൾ ഈ ഷെഹ്ല റഷീദ് എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ ജെഎൻയുവിൽ മുദ്രാവാക്യം വിളിച്ച്, ഇപ്പം ഭയങ്കര മോഡി ഫാൻ, അവളിപ്പോൾ ഏതോ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പ്രൊഫസറാണ്. അവളൊന്നും ഈ തീവ്രവാദ വിഭാഗ കുടുംബത്തിൽ എഴുതാനില്ല. അവളെ ഇൻ്റർവ്യൂ നാളെ കണ്ടു. അപ്പോൾ അവൾക്ക് ആപ്പാടെ ഈ തീവ്രവാദമായിട്ട് ബന്ധം വെച്ചാൽ ദിവസം അവളുടെ അമ്മും അവർ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അമ്മും അല്ല അമ്മായിട്ട് അവർ ദിവസം ശ്രീനഗറിലെല്ലാം നടന്നു പോകുമ്പോൾ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. അവരെ കൈക്ക് പരിക്കേറ്റി. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്, പക്ഷേ വില കൊടുക്കേണ്ടതെന്ന് അവളുടെ അമ്മൂമ്മൻ്റെ കൈക്ക് മാരമായ പരിക്കായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയത്, വലിയ കുഴപ്പമില്ലാതെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ ഇവരോട് വിദ്വേഷമാണ്. പിന്നെ നമ്മുടെ മേജർ രവി നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അയാൾ ധീരനായ സൈനികനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയെ കാണിക്കുന്നില്ലേ, ഒരു കുടുംബത്തിൽ വന്ന് മുസ്ലിം കുടുംബത്തിൽ ഇവന്മാർ ആ കുടുംബത്തിലെ പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നു, എന്നിട്ട് ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് സൈന്യത്തെ ആക്രമിക്കുന്നത്. ഓർമ്മയല്ല ആ സിനിമ? അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സംഭവം ശരിക്കും ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അമൃത്സറിൽ നടന്നിട്ടുണ്ട്, സുവർണക്ഷേത്രത്തിൻ്റെ അടുത്ത്. അതെനിക്കൊന്ന് മേജർ രവിയോ മറ്റോ പറഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ ആ സംഭവമാണ് മേജർ രവി അവിടെ അടുത്ത് ഇട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവർ പട്ടാളം അങ്ങോട്ട് പോയ സമയത്ത് അവിടെയുള്ള സ്ത്രീ വിളിച്ച കൊല്ലു ഈ കുത്തൊക്കെ ബച്ചെന്ന്. ഇന്ന് അതിൻ്റെ മക്കളെ കൊന്നുകളയാൻ പറയുകയാണ്. ആദ്യം പട്ടാളക്കാരോട് ഈ സിക്കേരെ കൊന്നുകളയാൻ പറയുന്ന ലേഡി. അതേപോലെയുള്ള സംഭവങ്ങളുണ്ട് അവിടെ. അപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് ബിസിനസ് ഉണ്ടാവുന്നു, തരതമ്മിൽ സമാധാനം. ഈ ഘട്ടത്തിൽ മുസ്ലിംസിൽ കുറച്ച് പേരെങ്കിലും അത് ചിന്തിക്കേണ്ടതാണ്. അപ്പം BJPയുടെ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ വോട്ട് ഷെയർ മുസ്ലിം മേഖലകളിൽ 10% ഉയർത്താൻ പറ്റിയത് വലിയ നേട്ടമായിരിക്കും. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും, പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് മതം ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പം ക്രിസ്ത്യൻസിന് അത്രത്തോളം മതം എല്ലാ കാര്യത്തിലും ചെലുത്തുന്ന ഒരു വിഭാഗമല്ലല്ലോ. മുസ്ലിംസ് അങ്ങനെ എല്ലാ കാര്യത്തിലും മതം കാണുന്ന ആളുകളാണ്, എല്ലാ കാര്യത്തിലും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അത് അംഗീകരിക്കാൻ കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് തന്നെ റിസൾട്ട്. അപ്പോൾ അവരുടെ അറിയാവുന്ന ഏതെങ്കിലും ആളാണ് മത്സരിക്കുന്നതെങ്കിൽ അവർക്കേ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഒരു 10% വോട്ടെങ്കിലും ഈ വാലിയിൽ BJPക്ക് കൂടുതലായി നേടാൻ പറ്റിയത് BJPക്ക് വലിയ മുതൽക്കൂട്ടാണ്. അത് രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന മൂവാണ്. കാരണം ഇത്രയും കാലം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഈ ഭരിക്കുന്ന ആളുകൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചിലരെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ സമുദായത്തെ പറ്റിക്കുകയായിരുന്നു വോട്ട് ബാങ്കിന് വേണ്ടി. BJPക്ക് മുസ്ലിം വോട്ട് ബാങ്ക് വേണമല്ലോ. മുസ്ലിം വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ഇല്ലാതെയല്ല അവർ രാജ്യത്ത് ഒറ്റയ്ക്ക് ഭരണം പിടിച്ചത്, മനസ്സിലായി? അപ്പോൾ അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കിന് ആവശ്യമില്ല. എന്നിട്ട് പോലും അവർ മുസ്ലിംസിന് വിവേചനം കാണിക്കുന്നില്ലെങ്കിൽ സ്വാഭാവിക മുസ്ലിംസിന് കിട്ടേണ്ടത് കിട്ടും. അല്ലാതെ പൊതുവേ എന്താ നമ്മൾ കാണുന്നത് വെച്ചാൽ കേരളത്തിലെ മുസ്ലിംസിൻ്റെ പുരോഗതി നിങ്ങൾ നോക്കണ്ട. അതിന് വേറെ പല കാരണങ്ങളുണ്ട്. അതിന് ഈ ക്രിസ്ത്യൻ മിഷണറീസ് തൊട്ട് ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. ക്രിസ്ത്യൻ മിഷണറീസ് ഞാൻ പറയാൻ വളരെ കൃത്യമായ കാരണമുണ്ട്. കാരണം ഇന്നിപ്പം മുമ്പ് ചർച്ച നമ്മൾ ക്രിസ്ത്യാനിക്ക് ഭയങ്കര മുസ്ലിം വിരോധം കേരളത്തിലുണ്ട്. ഇതുപോലെ മുസ്ലിങ്ങൾക്ക് വലിയ ക്രിസ്ത്യൻ വിരോധം ഉള്ളിൽ കൂടെ പന്നി നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ ഞാനുൾപ്പെടെയുള്ള പല മുസ്ലിംസും പഠിച്ചു വന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലൂടെ അവർ ജോലി തരാനൊക്കെ ചിലപ്പോൾ അവർക്ക് മടിയായിരിക്കും കത്തോലിക്കർക്ക്. പക്ഷേ അത് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അതായത് മുസ്ലിംസിനിടയിൽ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻ സഭകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇപ്പോൾ കാശ്മീരിൻ്റെ വിഷയത്തിൽ നമ്മൾ പറയണം, അവിടെയും മിഷണറി വർക്കുണ്ട്. നല്ല സ്കൂളുകളൊക്കെ നടത്തുന്നവരാണ്. അതിൽ നിന്ന് വന്ന ആളുകൾ പൊതുവേ ഇപ്പോൾ തീവ്രവാദികളാണ്. അവർ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പം ഈ പറഞ്ഞ പതുക്കെ ഈ റിയാലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പേരിൽ ഈ സെക്യുലർ പാർട്ടികൾ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ആ കേരളത്തിലെ മുസ്ലിങ്ങളെ കാര്യം നമ്മൾ പറഞ്ഞു വന്നതല്ലേ. ഉത്തരേന്ത്യ അത് കാര്യം നമ്മൾ കമ്പയർ ചെയ്യേണ്ട. അത് പറഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ മിഷണറീസ് തൊട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം അതുപോലല്ല അവിടെ മുസ്ലിംസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇവരിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, സാക്കിർ ഹുസൈൻ ഇവരൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അബ്ദുൽ കലാമിനെ മാറ്റി നിർത്താം നമുക്ക്. ഇവരെന്താ ചെയ്ത് അന്തുലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ജാഫർ ഷറീഫ് റെയിൽവേ മന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ മുസ്ലിംസിന് എന്ത് കിട്ടി? മുസ്ലിംസിന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇവരൊക്കെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. അൻസാരി ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി. നമുക്ക് സാധാ മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഈ പ്രീണനം വലിയ വലിയ കുടുംബങ്ങളിലുള്ള ആളുകൾ അവരെ മക്കൾക്കുണ്ടെങ്കിലും പോകാം, അവരുടെ മക്കൾക്ക് സിവിൽ സർവീസ് ഏതായാലും ലിസ്റ്റിക്ക് പറ്റിയ നല്ല പ്ലം പോസ്റ്റുകൾ കിട്ടും, അവർക്ക് ബിസിനസ് ചെയ്യാം, ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യാം. ഇതെല്ലാം സാധാ മുസ്ലിമിന് എന്ത് കിട്ടി? ഇന്ത്യയിലെ ദളിതൻ്റെ പുരോഗതി, യുവത്തുണ്ടായത്തിലെ പുരോഗതി പോലും കഴിഞ്ഞ 70 വർഷമായി ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ബാറിങ് കേരള. അതിന് വേറെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ക്രിസ്ത്യൻ അവിടെ നിന്ന് തുടങ്ങുന്നു. ക്രിസ്ത്യൻസിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ കൃത്യമായി ബോധവും പറഞ്ഞു അതുണ്ട്
അത് തന്നെ അതിന് അടിസ്ഥാനം. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് പുരോഗതിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായതെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് ഈ പ്രീണനം നിർത്തുന്നതോടുകൂടി തന്നെ ഒരു വലിയ എന്താ വെച്ചാൽ ഈ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള ഫണ്ട് മൊത്തം ചില കുടുംബങ്ങളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് മാറിക്കിട്ടും. രണ്ട് BJPക്ക് ഇവരെ പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് അതേസമയം തന്നെ മുസ്ലിംസ് ഇന്ത്യൻ സിറ്റിസണാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അത് ചില കുടുംബങ്ങളെ മാത്രം ബൈപ്പാസ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. പക്ഷേ അത് ജനങ്ങളതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനും അതിൻ്റെ കണക്കുകൾ വരാനൊക്കെ കുറച്ചും ടൈം എടുക്കും. ഈ സെൻസസ് നടക്കണം. സെൻസസ് 10 വർഷമായി നടക്കുന്നില്ല. എങ്കിലൊക്കെ നമുക്ക് ഒതൻറ്റിക് ഡാറ്റ കിട്ടുള്ളൂ. ഇത് ഇപ്പോൾ മാറ്റം വരാൻ 20 വർഷം എടുക്കും. BJP അങ്ങനെ പ്ലാനുണ്ട്. പശ്ചിമട മുസ്ലിംസ് വന്നുകൊണ്ട് പാവപ്പെട്ട മുസ്ലിംസിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്ലാനും അവർക്കുണ്ട്. അതവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം പണ്ടത്തെ പോലെ ആൻറ്റി മുസ്ലിം റിറ്ററിക്കും BJP വളരെ കുറവല്ലേ. അത് കൂട്ടുകേശി ഭരണമായതുകൊണ്ടല്ല. ഇപ്പം BJP ഹിന്ദുക്കൾ ഏതാണ്ട് സംഘടിപ്പിക്കാൻ RSSന് പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും RSS മയമുണ്ട്. അപ്പോൾ RSS സംബന്ധിച്ച് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അത് ആ രീതിയിൽ ഇന്ത്യക്കാർ ഒരുമിച്ച് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ള പുതിയ സന്ദേശമാണ് RSS കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെതായ ഗുണം മുസ്ലിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് മുസ്ലിങ്ങൾ അംഗീകരിച്ച് വരും. ഇപ്പം തന്നെ പലരും അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു മഹാൻ മലപ്പുറത്ത് എന്താണ് സ്വർണ്ണക്കള്ളക്കടത്തെടുത്ത പല മുസ്ലിങ്ങളെന്നൊക്കെ റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ കുട്ടിക്കാലം തൊട്ടേ അറിയായിരുന്നത്. എന്താ ഈ മഹാൻ ഇത്രയും കാലം പറയാതിരുന്നത്? ഈ മഹാൻ്റെ ഒക്കെ വർത്തമാനം കേട്ടിട്ടാണ് ആളുകൾ നമ്മളെന്ന് പറയുന്ന കാര്യമായിട്ട് എടുക്കാത്തത്. ഇപ്പം എന്താ ഈ മഹാൻ എവിടുന്ന ബോധത ഉണ്ടായത്? മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഈ കമ്മ്യൂണിറ്റിയെ ഹിന്ദു വിരോധവും ക്രിസ്ത്യൻ വിരോധവും അങ്ങനെ ഒരുപാട് വിരോധങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടുന്നതോടുകൂടി കുറച്ച് ജീവിതത്തിൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള അനുഭവം വരുന്നതോടുകൂടിയിട്ടും അത് മാറും. പക്ഷേ അതിന് കുറച്ചും ടൈം എടുക്കും. അതിൻ്റെ തുടക്കം മോഡി കുറച്ചിട്ടുണ്ട് എന്നതിനേക്കാൾ. കാരണം വാജ്പേയിക്ക് അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല. അദ്ദേഹം എല്ലാവരുടെയും ചിരിച്ച് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് നിലവിലുള്ള സിസ്റ്റത്തിൽ അങ്ങനെ തന്നെ പോയ ഒരാളാണ്. മോഡി അതല്ല, ഇതിനെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റിസൾട്ട് BJPക്ക് അനുകൂലമാണെന്നില്ല. പക്ഷേ ഞാനവിടെ നോക്കുന്നത് ഈ പറയുന്ന കാശ്മീരി വാലിയിൽ BJPക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.